അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഈയിടെയാണ് ഒരു സ്വഹാബിയുടെ വിവാഹത്തിൻ്റെ കഥ വായിക്കുന്നത്. വളരെ വിചിത്രമായ, അങ്ങനെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു സ്വഹാബിയുടെ ചരിത്രം. ആ കഥ കേട്ടപ്പോഴാണ് ആ സ്വഹാബിയെ പറ്റി കൂടുതൽ പഠിക്കാനും അവരുടെ കഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നിറത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയൊക്കെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ബിലാൽ തങ്ങളുടെ അടക്കമുള്ള ഒരുപാട് മനുഷ്യരുടെ കഥകൾ നാം ഇവിടെ തന്നെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ മുൻപന്തിയിൽ നമ്മൾ പരിഗണിക്കേണ്ട, നമ്മൾ അധികമാരും കേട്ടിട്ടില്ലാത്ത, ശരീരപ്രകൃതികൾ കൊണ്ട് വിരൂപിയെങ്കിൽ പോലും മനസ്സുകൊണ്ട് അത്യധികം ഉദാരനായിരുന്ന, സംശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമയായിരുന്ന, പ്രവാചകന്റെ അത്രയും പ്രിയപ്പെട്ട സ്വഹാബിയായിരുന്ന ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ. ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മറ്റു പേരുകൾ പോലും ചരിത്രത്തിൽ എവിടെയും പരാമർശിക്കുന്നില്ല. സാധാരണ ഗതിയിൽ അറബികളുടെ പേരുകൾ അവരുടെ പിതാക്കന്മാരുടെ, പ്രപിതാക്കന്മാരുടെ, അല്ലെങ്കിൽ അവരുടെ ലഖബ്, കുഞ്ഞ എന്ന പേരിൽ പലതരത്തിലുള്ള വലിയ വലിയ പേരുകൾ പോലും എല്ലാ അറബി ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പല മനുഷ്യരുടെയും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാത്രം ഈ ജുലൈബീബ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു പേര് പോലും ഒരു ഗ്രന്ഥങ്ങളിലും പരാമർശിച്ചതായിട്ട് കാണുന്നില്ല. മാത്രമല്ല, ആ സ്വഹാബി വര്യൻ, അദ്ദേഹത്തിൻ്റെ ഗോത്രം ഏതാണ്, അദ്ദേഹത്തിൻ്റെ ജന്മനാട് ഏതാണ് എന്നുപോലും എവിടെയും കാണുന്നില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവിടെ അക്കാലത്ത് ജീവിച്ചിരുന്നവർക്ക് പോലും ആർക്കും അത് അറിയുമായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി അത്യധികം വിരൂപമായിരുന്നു എന്നുള്ളതാണ്. കാണാൻ ഒട്ടും ഭംഗിയില്ലാത്ത, എത്രത്തോളം എന്ന് വെച്ചാൽ ആദ്യ കാഴ്ച ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ പോലും തോന്നാത്ത വിധം വിരൂപിയായിരുന്ന ഒരു മനുഷ്യൻ. തീരെ നീളം കുറഞ്ഞ, കറുകറുത്ത, മുഖത്ത് ഒരു പാടുകളൊക്കെ ഉണ്ടായി അത്യധികം വിരൂപിയായ ഒരു മനുഷ്യനായിരുന്നു ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ആദ്യകാലത്ത് അദ്ദേഹം മദീനയിലായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറയുന്നിടത്ത് നമുക്ക് നോക്കിക്കാണാം, ആരും ആ മനുഷ്യനെ അടുപ്പിക്കുക പോലുമില്ലായിരുന്നു. സംസാരിക്കാൻ പോയിട്ട് അദ്ദേഹത്തിനെ നോക്കാൻ പോലും പലർക്കും മടിയായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ അങ്ങാടിയിലൂടെ നടക്കുന്നത് കണ്ടാൽ കല്ലെടുത്തെറിഞ്ഞിട്ട് ഓടിക്കുമായിരുന്നു എന്നൊക്കെ കാണാം. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹവാസങ്ങളൊക്കെ അറേബ്യയിലുണ്ടായിരുന്ന, മദീനയിലുണ്ടായിരുന്ന മറ്റു സ്ത്രീകളോട് കൂടെയായിരുന്നു എന്നുള്ളതാണ്. കാരണം പുരുഷന്മാരാരും അദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല. അവരുടെ ഗോത്രമഹിമയും അതിൻ്റെ പാരമ്പര്യവുമൊക്കെ ഈ വിരൂപിയായ മനുഷ്യനെ അവരിൽ നിന്ന് എപ്പോഴും അകറ്റി നിർത്തുകയായിരുന്നു. അങ്ങനെയുള്ള ജുലൈബീബ് റളിയല്ലാഹു അൻഹു, ജുലൈബീബ് എന്ന പേരിൻ്റെ തന്നെ അർത്ഥം, അത് മേലിലൂടെ വിരിക്കുന്ന പുതപ്പ്, ഓവർകോട്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം, അഥവാ അദ്ദേഹം സദാസമയവും അദ്ദേഹത്തിൻ്റെ ഈ വൈരൂപ്യം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് പുതച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. അത്രയും നീളം കുറഞ്ഞ വിരൂപിയായൊരു മനുഷ്യൻ. അത് പുതപ്പ് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ മറച്ച് ഈ സമൂഹത്തിൽ നിന്നൊക്കെ ഇങ്ങനെ അകന്നുകൊണ്ട് ജീവിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പുതപ്പിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ജുലൈബീബ് അഥവാ ചെറിയ പുതപ്പ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ആ പേരും അദ്ദേഹത്തിന് ലഭിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും നമ്മൾ പരിശോധിക്കണം. അദ്ദേഹത്തിന് പിതാവില്ല, മാതാവില്ല, കൂട്ടുകുടുംബങ്ങളോ ബന്ധുമിത്രാദികളോ ആരുമില്ല, ഗോത്രങ്ങളില്ല, സംരക്ഷിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാമ്പത്തികമായി ഒരു കഴിവും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതിദരിദ്രനായ ഒരു മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക അയാളുടെ മാനസികാവസ്ഥ. നീളം കുറഞ്ഞതിൻ്റെ പേരിൽ, വിരൂപിയായതിൻ്റെ പേരിൽ, നിറമില്ലാത്തതിൻ്റെ പേരിൽ, കുടുംബമഹിമയും ഗോത്രമഹിമയൊക്കെ അതിൻ്റെ പാരമ്പര്യത്തിൽ ഉദിച്ചു നിന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടിവേരുകൾ പോലും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ജീവിക്കാനുള്ള കാരണങ്ങളൊന്നുപോലും ഇല്ലാതെ ആ സമൂഹത്തിൽ മദീനയിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിദരിദ്രനായ മനുഷ്യൻ, എല്ലാ സമയവും ഭക്ഷണം കഴിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത, അത്രത്തോളം ബുദ്ധിമുട്ടിയിരുന്ന ഒരു സ്വഹാബി. അദ്ദേഹമാണ് പിന്നീട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കേൾക്കുന്നത്. മദീനയിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് അവരുടെ നാടും വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് വരികയാണ്. ഹിജ്റയുടെ മനോഹരമായ പാഠങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി അവിടെയുള്ള ആളുകളിൽ നിന്നാണ് ഈ ജുലൈബീബ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. നിറത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ എല്ലാത്തിനും അപ്പുറത്തേക്ക് വിശ്വാസം എന്നതിൻ്റെ പേരിൽ മാത്രം മനുഷ്യരെ സ്വീകരിക്കുന്ന ഒരു മതവും അതിൻ്റെ
പ്രചാരകനായിട്ടുള്ള ഒരു പ്രവാചകനും എന്ന ദീപ്തമായ സന്ദേശം ഈ ജുലൈബിബ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യകാലത്ത് തന്നെ ആകർഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് മദീനയിലെത്തിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ സ്വഹാബത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ വിദൂരതയിൽ നിന്നുകൊണ്ട് ഈ സ്വഹാബി ഇതെല്ലാം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിദൂരതയിൽ നിൽക്കുന്ന നീളം കുറഞ്ഞ വിരൂപിയായ നിറമില്ലാത്ത ആ മനുഷ്യനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ കൂടിയിരുന്ന ആളുകൾ അവർ പ്രകടിപ്പിക്കുന്ന മുറുമുറുപ്പുകൾക്കൊന്നും വകവെക്കാതെ ആ സ്വഹാബിമാരുടെ ഏറ്റവും മുൻപന്തിയിലേക്ക് ആ മനുഷ്യനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിഷ്ഠിക്കുകയാണ്. അത് അജ്ഞതയുടെയും നിറവ്യത്യാസത്തിൻ്റെയൊക്കെ പേരിൽ മനുഷ്യനെ രണ്ടായി കാണുന്ന ആ സമൂഹത്തിൻ്റെ മേലിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും ദീപ്തമായ വിശ്വാസങ്ങളെ, അതിൻ്റെ ആശയാദർശങ്ങളെ ഏറ്റവും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനായിട്ട് അതോടുകൂടെ ജുലൈബിബ് റളിയല്ലാഹു അൻഹു മാറുകയാണ്. ആദ്യകാലത്ത് തന്നെ മദീനയിലേക്ക് വന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യകാലത്ത് തന്നെ ഈ ജുലൈബിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന് മറ്റ് കാരണങ്ങളൊന്നും ആവശ്യമായിരുന്നില്ല. കാരണം അത്രയും ചെറുപ്പകാലം മുതൽ അദ്ദേഹം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ നിറത്തിൻ്റെയും വർഗത്തിൻ്റെയും ഈ ഉയരമില്ലായ്മയുടെയൊക്കെ പേരിൽ അദ്ദേഹം ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പീഡന താണ്ഡവങ്ങൾക്കും, അത് വെറും വാക്കാൽ മാത്രമല്ല, കുട്ടികളെ കൊണ്ട് കല്ലെടുത്തെറിയുന്ന, അതിനെ ചോദിക്കാൻ പോലും ആളില്ലാതിരുന്ന തരത്തിൽ പോലും ഇങ്ങനെ ശാരീരികമായും മാനസികമായും പീഡനം അനുഭവിക്കുന്ന അതേ മനുഷ്യനാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്രയധികം വിശാലമായ ആ മതത്തിലേക്ക് കടന്നു വരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രിയപ്പെട്ട മനുഷ്യനായിട്ട് പിന്നീട് ജുലൈബിബ് റളിയല്ലാഹു അൻഹു മാറുന്ന കാഴ്ചയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. സാധാരണ ഒരു സ്വഹാബി അദ്ദേഹം എത്ര പ്രമുഖനാണെങ്കിൽ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അവരുടെ പേരുകളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റം വരുത്തുമായിരുന്നു. നല്ല അർത്ഥമല്ല അതിനുദ്ദേശിക്കുന്നതെങ്കിൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെയുള്ള പേരുകൾ സ്വീകരിച്ചിരുന്നു. അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പേരുകളിൽ പല ആളുകളുടെയും പേരുകളിൽ അങ്ങനെ തിരുത്തൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ജുലൈബിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പേരിലൊന്നും ഒരു മാറ്റവും വരുത്തിയില്ല എന്നുള്ളതാണ്. പിന്നീട് പലപ്പോഴും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അദ്ദേഹം സദാസമയം ഉണ്ടാകുമായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചതോടുകൂടെ മക്കയിൽ നിന്ന് വന്ന സ്വഹാബിമാർ പലരും ജുലൈബിബ് തങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. കാരണം ബിലാൽ തങ്ങളുടെ ചരിത്രവും കഥകളൊക്കെ കേട്ടിട്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. നിറത്തിൻ്റെ പേരിൽ അത്രയും ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യൻ, പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം കയ്യിൽ കിട്ടിയ ഒരു ചാക്ക് കൊണ്ട് തൻ്റെ നഗ്നത മറച്ചിട്ട് രാത്രിയാണ് പ്രവാചകനെ കാണാൻ വരുന്നത് പോലും. അങ്ങനെ പീഡനങ്ങൾ അനുഭവിച്ച മനുഷ്യരുടെ കഥകളും കരച്ചിലുകളും കേട്ടുകൊണ്ടാണ് മക്കയിലെ സ്വഹാബത്ത് മദീനയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ജുലൈബിബ് തങ്ങളെ സ്വീകരിക്കാൻ അവർ ഒരു മടിയും കാണിച്ചില്ല. അവർ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടുകൂടെ മദീനയിലുണ്ടായിരുന്ന സ്വഹാബത്തും അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് അണക്കുകയാണ്. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മതപരമായിക്കൊണ്ടോ മാനുഷികപരമായിക്കൊണ്ടോ ഒരു പരിഗണനയില്ലാതിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉന്നതികളിലേക്ക് ഇസ്ലാമും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ ജുലൈബിബ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുയർത്തുകയാണ്. എന്നെ അത്രയധികം സ്വാധീനിച്ച ഈ സ്വഹാബിയുടെ ഒരു ചരിത്രം എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ രംഗമാണ്. നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെയുള്ളൊരു മനുഷ്യന് ആരാണ് അവരുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ ജുലൈബിബ് റളിയല്ലാഹു അൻഹുവും ഒരിക്കൽ മദീന പള്ളിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ ഈ ജുലൈബിബ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ജുലൈബിബ്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇനി നിനക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തു തരേണ്ടതായിട്ടുണ്ടോ? ആ സമയത്ത് ജുലൈബിബ് തങ്ങൾ മറുപടി പറയുന്നു, നബിയെ, അങ്ങ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനാവുക, ഞാൻ അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരിൽ ഒരാളാവുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നബിയെ. അതിൽ കവിഞ്ഞ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്നെ ഒന്നുമില്ലാതിരുന്ന സമയത്ത് നിന്നും പ്രവാചകൻ ഇങ്ങനെ എന്നെ ഇസ്ലാമിലേക്ക് ചേർത്ത് പിടിച്ചു. എനിക്കിവിടെ എല്ലാമായി, ഞാനിവിടെ ഐശ്വര്യത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്കിനി ഒരു ആവശ്യവുമില്ല നബിയെ. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ജുലൈബിബ്, നിനക്കൊരു വിവാഹം കഴിക്കണ്ടേ? നിനക്ക് വിവാഹപ്രായമായിട്ടുണ്ടല്ലോ, നമുക്കൊരു വിവാഹം നോക്കിയാലോ എന്ന് പറയുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ജുലൈബിബ് തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയാണ്, നബിയെ, എനിക്കൊക്കെ ആര് പെണ്ണ് തരാണ് നബിയെ? ഈ വിരൂപിയായ നീളമോ നിറമോ കുടുംബ മഹിമകളോ ഒന്നുമില്ലാത്ത എനിക്ക് ആര് പെണ്ണ് തരാനാണ് നബിയെ? അത് കേട്ടപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ വിഷമായി.
ഇങ്ങനെ ഒരു സ്വഹാബി അവരുടെ പരിമിതികൾ വെച്ചുകൊണ്ട് തനിക്കതിനൊന്നുമുള്ള പ്രാപ്തി ഇല്ല എന്ന് വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ പ്രവാചകൻ അത് ഭയങ്കര വിഷമായി. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നൊരു മറുപടിയുണ്ട്. ജുലൈബിബ്, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിനക്കൊരു കുറവും വരികയില്ല. അങ്ങനെ മദീനയിലെ പ്രബലമായ ഒരു ഗോത്രത്തിൽ നിന്ന് സമ്പന്നനായ ഒരു സ്വഹാബിയുടെ മകളുടെ വിവാഹാലോചന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുലൈബിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ വെക്കുകയാണ്. ആ സമയത്ത് ജുലൈബിബ് തങ്ങൾ പറയുന്നൊരു മറുപടിയുണ്ട്. നബിയെ, ഞാൻ അവിടെ പോയിട്ട് വിവാഹം ആലോചിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ മുമ്പിലൊക്കെ പരിഹാസ്യനാവുന്നത് നബിക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ജുലൈബിബ് തങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷമത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഉടനെ ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. എന്നിട്ട് ആ സ്വഹാബിയുടെ വീട്ടിലെത്തിയിട്ട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ മകളുടെ ഒരു വിവാഹാലോചനയുമായിട്ട് വന്നതാണ്. ആ സ്വഹാബിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിവാഹാലോചനയായിട്ട് വന്നിരിക്കുന്നു. ആ സ്വഹാബി വിചാരിച്ചത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഈ സ്വഹാബിയുടെ മകളെ വിവാഹാലോചിക്കുന്നതെന്നാണ്. അതുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആവശ്യമായിട്ട് വന്നപ്പോൾ ആ സ്വഹാബി വളരെ സന്തുഷ്ടനായിരുന്നു. ആ സ്വഹാബി പറയുന്നുണ്ട്, നബിയെ, ഞാൻ ഇത്രയും സന്തോഷിച്ച വേറൊരു ദിവസമില്ല. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ദൈവത്തിൻ്റെ ദൂതനായി ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ എൻ്റെ മകളെ വിവാഹം ആലോചിക്കുകയോ, എനിക്ക് ഈ ഭൂമിയിൽ ഇതിലും വലിയ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സന്തോഷം പ്രവാചകനോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, എനിക്കല്ല ഞാൻ വിവാഹം ആലോചിക്കാൻ വന്നത്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിമാരിൽ ഒരാളായ എൻ്റെ ജുലൈബിബിനാണ് ഞാൻ ഈ വിവാഹാലോചനയുമായിട്ട് നിങ്ങളുടെ മകളെ വിവാഹാലോചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു. ഉടനെ അത്രയും സന്തോഷിച്ച് നിന്നിരുന്ന ആ മനുഷ്യൻ്റെ മുഖം വാടാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശബ്ദനായിരിക്കുന്ന അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നു, ഞാൻ അവരുടെ ഉമ്മയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, അതായത് ഈ സ്വഹാബിയുടെ ഭാര്യയുമായിട്ട് ഞാനൊന്ന് ചർച്ച ചെയ്യട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പ്രവാചകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സ്വഹാബി തൻ്റെ വീടിൻ്റെ അകത്തേക്ക് ചെന്നുകൊണ്ട് ഭാര്യയുമായിട്ട് സംസാരിക്കുകയാണ്. പ്രവാചകൻ വിവാഹാലോചനയുമായിട്ട്, നമ്മുടെ മകളുടെ വിവാഹാലോചനയായിട്ട് വന്നിട്ടുണ്ട്. ആ സ്ത്രീ സന്തോഷം കൊണ്ട് ഉറക്കെ ശബ്ദിച്ചു പോവുകയാണ്. എന്ത്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മകളെ വിവാഹം ആലോചിച്ചിരിക്കുകയോ? ഇതിലും വലിയ സന്തോഷം എന്താണ് നമുക്ക് വേണ്ടത്? നമ്മുടെ രക്ഷിതാക്കൾ എന്ന നിലയിൽ ഇതിലും വലുത് എന്താണ് നമുക്ക് ലഭിക്കാനുള്ളത് എന്ന് ആ സ്ത്രീ അവരുടെ സന്തോഷം ഉറക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രവാചകന് അത് ഇവിടെ നിന്ന് കേൾക്കാം. ഉടനെ ആ സ്വഹാബി തിരുത്തി പറയുന്നു, പ്രവാചകനല്ല അദ്ദേഹം വിവാഹാലോചിക്കുന്നത്, ജുലൈബിബിനാണ്. ഉടനെ അവിടെ നിന്ന് കേൾക്കുന്നത് ഒരു അലർച്ചയാണ്. കരച്ചിലും വേദനയും ദേഷ്യവും ഒക്കെ അടക്കി പിടിച്ച ഒരു അലർച്ച. ആ സ്ത്രീ പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ആ വിരൂപിയായ നീളം കുറഞ്ഞ കറുകറുത്ത പണമോ ഗോത്രമോ ഒന്നുമില്ലാത്ത ആ കുള്ളനായ ജുലൈബിബിനാണോ നമ്മുടെ മകളെ നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്? ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതിലും ഭേദം എൻ്റെ മകളെ അങ്ങ് കൊന്നുകളയുകയാണ് എന്ന് പോലും ആ സ്ത്രീ അവസരത്തിൽ പറയുന്നുണ്ട്. പുറത്തിരിക്കുന്ന പ്രവാചകൻ വളരെ വേദനയോടെ അവരുടെ വാക്കുകൾ കേൾക്കുന്നു. ഇതിനൊക്കെ ഇടയിലേക്കാണ് ആ സ്വഹാബിയുടെ മകൾ നടന്നു വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നു, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ആ പിതാവ് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹാലോചനയായിട്ട് വന്നതും ജുലൈബിബ് റളിയല്ലാഹു അൻഹുവിനാണ് തങ്ങളെ ഈ വിവാഹാലോചിക്കുന്നത് എന്നതൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഉടനെ അവിടെ നിന്ന് ധീരമായ ഒരു നിലപാടെടുക്കുന്നു. നിങ്ങൾ എന്താണ് ഉമ്മ ഇപ്പോൾ പറയുന്നത്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഒരു വിവാഹാലോചനയാണോ നിങ്ങൾ തട്ടിക്കളയുന്നത്? അത് ആരായിക്കൊള്ളട്ടെ, അതെനിക്കൊരു പ്രശ്നമേ അല്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കൊരു വിവാഹം ആലോചിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ യോഗ്യതയും നന്മയുമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് അത് ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, അതെനിക്ക് പ്രാധാന്യമില്ല. മറിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഈ വിവാഹാലോചനയെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്നു എന്ന് ആ പെൺകുട്ടി അവിടെ പറയുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും പുറത്തു നിന്ന് കേൾക്കുന്നു. പ്രവാചകൻ അത് വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ആ പെൺകുട്ടി കൂട്ടിച്ചേർക്കുന്നുണ്ട്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായാലും എന്നെ ഒരു തിന്മയിലേക്കോ ഒരു ദുരിതത്തിലേക്കോ തള്ളി നീക്കില്ല. നന്മ മാത്രമായിരിക്കും ഉദ്ദേശിക്കുക. അദ്ദേഹം വഹിയിൽ നിന്ന് മാത്രം സംസാരിക്കുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് അള്ളാഹു അതുകൊണ്ട് ഖൈറാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതെനിക്ക് നടക്കട്ടെ. ഞാൻ സ്നേഹത്തോടെ ആ പ്രവാചകൻ്റെ വിവാഹാലോചന സ്വീകരിക്കുന്നു എന്ന് നബിയോട് പോയിട്ട് പറയൂ ഉപ്പ എന്ന് ആ പെൺകുട്ടി ആ പിതാവിൻ്റെ മുന്നിൽ കേഴുകയാണ്.
വളരെ സന്തോഷത്തോടു കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എഴുന്നേൽക്കുന്നു. ആ സ്ത്രീയുടെ, ആ പെൺകുട്ടിയുടെ ഒരു വിശ്വാസത്തിൻ്റെ ബലമാണ് നമ്മളിവിടെ ഈ രംഗത്ത് വായിച്ചെടുക്കേണ്ടത്. ഹജറ ബീവിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരുമില്ലാത്ത വനപ്രദേശത്ത്, അന്ന് മക്കയിൽ ഒരു താമസക്കാർ പോലുമില്ല, അങ്ങനത്തെ കാട്ടു പ്രദേശമായ മരുഭൂമിയുടെ തീക്ഷ്ണമായ ഭാവങ്ങളിൽ ആ ഹാജറ ബീവിയെയും തൻ്റെ കൈക്കുഞ്ഞിനെയും ആക്കിയിട്ട് പോകുമ്പോൾ ഒന്നും പറയാതെ തിരിഞ്ഞു നടക്കുന്ന ഇബ്രാഹിം നബിയോട് ഹജറ ബീവി വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്താണ് ഞങ്ങളിവിടെ തനിച്ചാക്കിയിട്ട് പോകുന്നത്? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്ന മറുപടി, ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ സമയത്ത് ഹജറ ബീവി അവിടെ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. അള്ളാഹുവാണ് അതെനിക്ക് വിധിച്ചതെങ്കിൽ, അള്ളാഹു പറഞ്ഞ കൽപ്പനയാണെങ്കിൽ പിന്നെ അതിലെനിക്ക് സങ്കടമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കൈക്കുഞ്ഞുമായിട്ട് മാത്രം നിൽക്കുന്ന ഒരു ഉമ്മ, അവരുടെ കയ്യിൽ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കൂടെ സഹായിക്കാനോ പരിസരങ്ങളിലോ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഒരു ഒറ്റപ്പെട്ട മരുഭൂമിയുടെ നടുക്ക് വെച്ച്, ഒരു കാടിൻ്റെ ഉൾപ്രദേശത്ത് വെച്ചുകൊണ്ട് അവരെ തനിച്ചാക്കിയിട്ട് ഭർത്താവ് തിരിഞ്ഞു നടക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഇത് എങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്ന് വളരെ സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ആ കൽപ്പനയെ സ്വീകരിക്കുന്ന ഹജറ ബീവിയെ പോലെ അതിലും സുന്ദരമായ തീരുമാനമെടുക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് ഇവിടെ ജുലൈബി റളിയല്ലാഹു അൻഹുവിൻ്റെ വിവാഹ സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത്. പ്രവാചകൻ തീരുമാനിച്ചതാണെങ്കിൽ പ്രവാചകൻ എന്നെ കൈവെടിയില്ല, അദ്ദേഹം നന്മ മാത്രമേ ഉദ്ദേശിക്കൂ, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിനെയും പ്രവാചകനെയും നമ്മൾ ഒരിക്കലും ധിക്കരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ആ വിവാഹത്തിന് തയ്യാറാവുകയാണ്. ആ പെൺകുട്ടി സമ്മതിച്ചതോടുകൂടെ അവരുടെ ഉമ്മയും ഉപ്പയും ഒക്കെ ഇതുപോലെ അവരുടെ സമ്മതവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നു. ഉടനെ മദീന പള്ളിയിൽ വന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ സന്തോഷത്തോടെ വിവാഹകാര്യം അറിയിക്കുന്നുണ്ട്. ഉടനെ അൻസാരികളായ സ്വഹാബികളൊക്കെ ചേർന്നിട്ട് ആ ജുലൈബി റളിയല്ലാഹു അൻഹുവിന് വളരെ മനോഹരമായൊരു ചെറിയ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ജോലി ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ സഹായങ്ങളും ആ ജുലൈബി റളിയല്ലാഹു അൻഹുവിനോട് ചെയ്തു കൊടുക്കുകയാണ് ഈ സ്വഹാബത്ത്. ആ സ്വഹാബത്തിൻ്റെ ഒരു ഹൃദയവിശാലത കൂടെ നമ്മളിവിടെ വായിച്ചെടുക്കേണ്ടതുണ്ട്. അവർ ആ മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു, അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ കർമ്മങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിക്കൊണ്ട് അവരുടെ വിവാഹം നടക്കുന്നുണ്ട്. കുള്ളൻ എന്ന പേരിൽ, നിറമില്ലാത്തതിൻ്റെ പേരിൽ, ഗോത്രമോ പാരമ്പര്യ മഹിമകളോ ഇല്ലാത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തിയിരുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊക്കെ ഈ മദീനയിൽ ആര് പെണ്ണ് തരാനാണ് നബി എന്ന് ചോദിച്ച അതേ സ്വഹാബിക്ക് മദീനയിലെ പ്രബല ഗോത്രമായ അവരുടെ ഗോത്രത്തിൽ നിന്ന് സമ്പന്നനായ ഒരു സ്വഹാബിയുടെ മകളെ വിവാഹാലോചിച്ചത് നടത്തി കൊടുക്കുകയാണ് പ്രവാചകൻ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമൂഹികമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു ഉദാത്തമായ മാതൃകയുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, ആരും വില കൊടുക്കാത്ത മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, അവരുടെ വേദനക്കും കണ്ണീരിനും കൂട്ടുകിടക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെപ്പോഴും പറയുന്നത് പോലെ മദീനയുടെ ചരിത്രം വായിക്കുമ്പോൾ വെറും പ്രവാചകൻ്റെ കണ്ണിലൂടെയല്ല നമ്മൾ ആ ചരിത്രം വായിക്കേണ്ടത്. മദീനയുടെ ഭരണാധികാരിയായ, അറേബ്യയുടെ രാജാവായി വാണിരുന്ന ആ മനുഷ്യനെയാണ്, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ആ കണ്ണിലൂടെ നമ്മൾ കാണേണ്ടത്. ആ വിവാഹത്തിൻ്റെ അന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദമ്പതിമാരെ സ്നേഹത്തോടെ വിളിച്ചു ചേർത്തിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ഈ വിവാഹത്തിന് തയ്യാറായ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും അവർ നിർബന്ധിപ്പിച്ചിട്ട് പോലുമില്ലായിരുന്നു. ഈ വിവാഹാലോചനയെ ചെന്നൊരു കാര്യം പറഞ്ഞപ്പോൾ മാത്രം അവർ അത്രത്തോളം ഉത്സാഹത്തോടെ കൂടെ അത് സ്വീകരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാഹുവേ, നീ ഇവളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്, ഇവൾക്ക് നീ സഹായത്തിൻ്റെ പേമാരി തന്നെ വർഷിപ്പിച്ചു കൊടുക്കണം, ഒരു ബുദ്ധിമുട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നീ വരുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെൺകുട്ടി വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാത്തമായ പ്രാർത്ഥനയ്ക്ക് പോലും ആ പെൺകുട്ടി അവിടെ പാത്രമാവുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ സ്വഭാവം, ആ പെൺകുട്ടിയുടെ അതിലും മനോഹരമായ സ്വഭാവം എല്ലാം നമുക്ക് ഈ ഒരു ചരിത്ര രംഗങ്ങളിൽ വായിച്ചെടുക്കാൻ സാധിക്കും. പിന്നീട് ജുലൈബി റളിയല്ലാഹുവിൻ്റെ വിവാഹം കഴിക്കുന്നു. ആ ദാമ്പത്യ ജീവിതം അങ്ങനെ മനോഹരമായിട്ട് പോകുന്നുണ്ട്. ഉടനെയാണ് ബദറിൻ്റെ വിളി വരുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്യധികം പ്രധാനമായ ആ യുദ്ധം, അത് ജുലൈബി തങ്ങളുടെ വിവാഹം കഴിഞ്ഞ് അല്പ ദിവസങ്ങൾക്കകമാണ് ബദറിൻ്റെ വിളിയെത്തുന്നത്. ഉടനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു വാളിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത, അല്ലെങ്കിൽ ഒരു വാളോളം വലിപ്പമുള്ള ആ മനുഷ്യൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധവിളി കേട്ടിട്ട്
തൻ്റെ വീട്ടിൽ നിന്നും വാളെടുത്തിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. ആ സമയത്ത് തൻ്റെ ഭാര്യയുടെ പിതാവ് വന്നുകൊണ്ട് പറയുന്നുണ്ട്, ജലേബി നീ ഇപ്പോൾ പോകേണ്ട, മരുമകനാണല്ലോ. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് അല്പ ദിവസങ്ങളേ ആയിട്ടുള്ളൂ, നീ ഇപ്പോൾ നിൻ്റെ പെണ്ണിൻ്റെ കൂടെ, എൻ്റെ മകളുടെ കൂടെ ഇവിടെ നിൽക്കുകയാണ് വേണ്ടത്, അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല എന്ന് ആ സ്വഹാബി പറയുന്നുണ്ട്. ആ സമയത്ത് ജുലൈബി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടിയുണ്ട്, എൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എൻ്റെ മുത്തുനബി അവരുടെ ശത്രുക്കളുമായിട്ട് പോർമുഖത്ത് പോരാടുമ്പോൾ ഞാനിവിടെ എൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കുകയാണോ വേണ്ടത് എന്നാണ് തൻ്റെ ഭാര്യയുടെ പിതാവിനോട് അദ്ദേഹം ചോദിക്കുന്നത്. ഉടനെ ആ സ്വഹാബിക്ക് മറുപടികളില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജുലൈബി തങ്ങൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് കുതിച്ചു പായുകയാണ്. സ്വഹാബത്ത് പറയുന്നുണ്ട്, ഒരു വാളിനോളം വലിപ്പമുള്ള മനുഷ്യൻ, പക്ഷേ രണഭൂമിയിലേക്ക് എത്തിയപ്പോൾ ഒരു ഗർജിക്കുന്ന സിംഹമായിരുന്നു. അത്യധികം ശത്രുക്കൾക്ക് നാശം വിതച്ച പോരാട്ടമായിരുന്നു ജുലൈബി റളിയല്ലാഹു അൻഹുവിൻ്റെ പോരാട്ടം ബദറിൽ എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ യുദ്ധത്തിന് ശേഷം എല്ലാവരും മടങ്ങി വന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്യധികം വേദനിച്ചിരുന്ന, ആശങ്ക പ്രകടിപ്പിച്ചിരുന്ന ഒരു യുദ്ധമായിരുന്നു. കാരണം വെറും 313 ആളുകൾ, എതിർപക്ഷത്ത് 1000-ഓളം വരുന്ന മക്ക മുശ്രിക്കീങ്ങൾ, അവരോട് ഈ വെറും 313 ആളുകൾ ചരിത്രത്തിൽ അത്രയും മനോഹരമായ ഒരു വിജയം നേടിയെടുക്കുകയാണ്. ആ യുദ്ധത്തിൻ്റെ പരിസമാപ്തിക്ക് ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബത്തിനെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓരോരുത്തരെയും ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് പ്രവാചകൻ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഓരോരുത്തരെയും ആ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരും തിരിച്ചെത്തിയില്ലേ? അവർ പറയുന്നു, എല്ലാവരും എത്തിയിട്ടുണ്ട്, ഇന്ന സ്വഹാബി എത്തിയിട്ടില്ല, അവർ ആ യുദ്ധത്തിൽ ഷഹീദായിരിക്കണം. അങ്ങനെ ഓരോ ഗ്രൂപ്പുകളോടും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാവരും അവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് എല്ലാവരും തിരിച്ചു വന്നു. ബദറിലൊക്കെ വളരെ കുറഞ്ഞ സ്വഹാബത്തെ ഷഹീദായിട്ടുള്ളൂ. അതുകൊണ്ട് ഏകദേശം ആളുകൾക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്, ബാക്കിയുള്ള ആളുകളൊക്കെ ഷഹീദായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളോടും പ്രവാചകൻ ചോദിക്കുന്നു. അവരെല്ലാവരും അവരുടെ സ്ഥിതി പറഞ്ഞതിന് ശേഷം പ്രവാചകൻ പറയുന്നു, എങ്കിൽ എൻ്റെ ജുലൈബിബ് എവിടെ സ്വഹാബ? എൻ്റെ ജുലൈബിബിനെ കാണാനില്ലല്ലോ സ്വഹാബ. ആരും അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്തിരുന്നില്ല. പ്രവാചകൻ വളരെ വിഷമത്തോടെയാണ് പറയുന്നത്, എൻ്റെ ജുലൈബിബ് എവിടെയാണ് സ്വഹാബ? ഉടനെ അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്വഹാബത്ത് ആ ബദറിൻ്റെ രണാങ്കണത്തിലേക്ക് ചെല്ലുകയാണ്. അവർ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ നീളം കുറഞ്ഞ കുള്ളനായ മനുഷ്യൻ, വിരൂപി എന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന ഒരു മനുഷ്യൻ, ഒരു വാളിൻ്റെ അത്ര പോലും പൊക്കമില്ലാത്ത ഒരു മനുഷ്യൻ, മക്ക മുശ്രിക്കീങ്ങളിൽ നിന്ന് 7 പേരെ കൊന്നുകളഞ്ഞിട്ട് അതിൻ്റെ നടുവിൽ കിടന്ന അദ്ദേഹം ഷഹീദായി കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവർ പറയുന്നുണ്ട്, തൻ്റെ നേർക്ക് വന്ന 7 പേരെയും അദ്ദേഹം വധിച്ചു കളഞ്ഞു. അതിൽ ആരുടെയോ അക്രമത്തിൻ്റെ കാരണം കൊണ്ട് തന്നെ അവരുടെ നടുവിൽ കിടന്നിട്ട് ജുലൈബി റളിയല്ലാഹു അൻഹു ഷഹീദാവുകയാണ്. വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബദറിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ട ആവശ്യം പോലുമില്ല, എങ്കിലും തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന് വേണ്ടിയിട്ട് ബദറിൽ പങ്കെടുക്കുകയും എതിർ നിന്നിരുന്ന മക്ക മുശ്രിക്കുകൾ 7 പേരെ അദ്ദേഹം വകവരുത്തുകയും അതിനുശേഷം അദ്ദേഹം ഷഹീദാവുകയും ചെയ്യുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് പറയുന്നുണ്ട്, അവിടെ അദ്ദേഹം ഷഹീദായിട്ട് കിടക്കുന്നുണ്ട്, ചുറ്റും 7 പേര് കിടക്കുന്നുണ്ട് എന്നൊക്കെ ആ ധീരസാഹസ ചരിത്രങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. ഉടനെ പ്രവാചകൻ അവിടേക്ക് പോകുന്നു. പ്രവാചകൻ സ്വയം അദ്ദേഹത്തെ തൻ്റെ കയ്യിലേക്ക് എടുക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വേദനയോടെയായിരുന്നു ആ രംഗം സ്വീകരിച്ചത്. കാരണം വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പുതുപെണ്ണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവരുടെ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുലൈബി തങ്ങളുടെ മയ്യത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ ഹാദാ മിന്നി വ അന മിൻഹും. അല്ലാഹുവേ, ഇദ്ദേഹം എന്നിൽ നിന്നുള്ളവനാണ്, ഞാൻ അവനിലേക്കുമുള്ളതാണ്. അറബികൾ അത്രയും പ്രിയപ്പെട്ട മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു പദപ്രയോഗമാണത്. അല്ലാഹുവേ, ഞാൻ അവനിൽ നിന്നുള്ളതാണ്, അവൻ എന്നിൽ നിന്നുള്ളതാണ്, എൻ്റെ ആളാണ് അല്ലാഹുവേ എന്നാണ് ജുലൈബി തങ്ങളെ പറ്റി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അവസരത്തിൽ പറഞ്ഞു വെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് തന്നെ ആ ജുലൈബി റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്യുകയാണ്. സ്വർഗത്തിൽ അവർ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒന്നുമില്ലാതിരുന്ന ഒരു മനുഷ്യൻ, ദുന്യവിയായ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് പൈസയില്ല, കുടുംബമില്ല, നിറമില്ല, ഭംഗിയില്ല, ആരോഗ്യമില്ല, ഉയരമില്ല, ഒന്നുമില്ലാതിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, പ്രവാചകനെ അത്രമേൽ സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ, ഞാൻ അവനിൽ നിന്നുള്ളതാണ്, അവൻ എൻ്റെ നിന്നുള്ളതാണ്. അത്രമേൽ ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുകയും ബദറിൽ വെച്ച് ഷഹീദായ അത്യധികം ശ്രേഷ്ഠരായ
ബദറിലെ ശുഹദാക്കളിൽ പെടുകയും സ്വർഗത്തിൽ ആ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രാർത്ഥിക്കുകയും ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ മറവ് ചെയ്യുകയും ചെയ്ത അത്രയും ശ്രേഷ്ഠമായ പദവിയിലേക്ക് ഉയർന്ന ആ സ്വഹാബി വര്യൻ ജുലൈബി റളിയല്ലാഹു അൻഹു. പലപ്പോഴും ഈ സ്വഹാബിയെ ചരിത്രത്തിൽ എവിടെയും നമ്മൾ കാണുന്നില്ല. കാരണം അത് തന്നെയാണ്, അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസോ അദ്ദേഹത്തിൻ്റെ കുടുംബമോ ഗോത്രമോ പേരോ എവിടെയും നമ്മൾ പരാമർശമായിട്ട് മറ്റെവിടെയും കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ വിവാഹത്തിൻ്റെ സംഭവം, ബദറിൽ ഷഹീദായ സംഭവങ്ങൾ മാത്രമാണ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. ഒരുപാട് വായനകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തിലെ ഈ ചില രംഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് റിപ്പോർട്ടുകളൊന്നും, കാരണം അദ്ദേഹം മദീനയിലേക്ക് വന്നതിന് ശേഷം മുസ്ലിമായ, അതിന് ബദറിൽ തന്നെ ഷഹീദായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ ആളുകൾക്ക് സംസാരിക്കാനോ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങൾ ചോദിച്ചറിയാനൊന്നും സമയം കിട്ടിയില്ലായിരിക്കാം, അതിനുള്ള അവസരങ്ങളൊന്നും ലഭിച്ചില്ലായിരിക്കാം. ആദ്യകാലത്ത് ആളുകൾ അദ്ദേഹത്തെ ആട്ടി ഓടിക്കുകയായിരുന്നു. ഇസ്ലാം വന്നതിന് ശേഷം വളരെ കുറഞ്ഞ കാലമാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നതും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനിക്കുന്ന മനുഷ്യരെ മുഴുവനും ചേർത്ത് പിടിക്കുന്ന പ്രവാചകൻ ഈ ജുലൈബി തങ്ങളെയും ചേർത്ത് പിടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അവസ്ഥ പിന്നീട് മറ്റൊരു സ്വഹാബിയുടെ ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിവാഹവേളയിൽ പ്രാർത്ഥിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വിവാഹത്തിന് ആ സ്ത്രീ സമ്മതിച്ചപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുന്നുണ്ട്, അള്ളാഹുവേ, നീ ഒരു തരത്തിലും ഈ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കരുത്, ഈ പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കരുത്, അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. പ്രവാചകൻ്റെ ആ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം മദീനയിലെ ഏറ്റവും ഉദാരവതിയായ, ഏറ്റവും കൂടുതൽ സ്വതക്കകൾ ചെയ്യുന്ന, പാവങ്ങളെ ഭക്ഷിപ്പിക്കുന്ന, പട്ടിണി കിടക്കുന്നവരെ ഭക്ഷിപ്പിക്കുന്ന, പാവങ്ങൾക്ക് ദാനം ചെയ്യുന്ന ഏറ്റവും ഉദാരവതിയായ സ്ത്രീയായിട്ട് ഈ ജുലൈബി തങ്ങളുടെ ഭാര്യ മാറുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ ഉത്തരം ലഭിക്കുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. വളരെ സമ്പന്നയായിട്ട് ആ സ്ത്രീ മാറുന്നുണ്ട്. എല്ലാവിധ നന്മകളും അവരുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്നുണ്ട്. മദീനയിലെ ഏറ്റവും പ്രബലയായ സ്ത്രീയായിട്ട് ആ സ്ത്രീ ചരിത്രത്തിൽ മാറുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. മുടി ജട പിടിച്ച ആളുകൾ അത്രയും കാര്യമാക്കിയെടുക്കാത്ത, അത്രയും സമൂഹത്തിൽ തരം താഴ്ത്തപ്പെട്ട കുറേ മനുഷ്യർ, പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്ത് അവരുടെ സ്ഥാനം അത്രയും ഉന്നതമായിരിക്കുമെന്ന്. രൂപസാദൃശ്യങ്ങൾ കൊണ്ടോ നിറങ്ങൾ കൊണ്ടോ കുടുംബ പാരമ്പര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ലാതിരുന്ന ഒരു മനുഷ്യനാണ് ഇത്രത്തോളം അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ പുറം മോടികൾക്കപ്പുറത്തേക്ക് നമ്മുടെ ഹൃദയ വിശുദ്ധിയും ആ ഹൃദയത്തിൻ്റെ വിശാലതയുമൊക്കെയാണ് ഓരോ മനുഷ്യനെയും ഉന്നതനായ വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്നത് എന്ന് അതേ അവസരത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ബോഡി ഷെയ്മിങ്ങിനെ പറ്റി ആദ്യകാലം മുതൽക്കേ സംസാരിക്കുന്ന, റാസിസവും ഫാസിസവും ഒക്കെ തുടങ്ങിയ എല്ലാ ഇസങ്ങളും അതിൻ്റെ പൂർവ്വദിശയിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മാനുഷിക മൂല്യങ്ങളും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ പറ്റിയൊക്കെ ലോക രാഷ്ട്രസഭകളിലും രാജ്യങ്ങളും അവരുടെയൊക്കെ സർക്കുലറൊക്കെ പുറത്തിറക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട എത്രയോ മനുഷ്യരെ അവരുടെ വിരൂപമായ ശരീരങ്ങൾ കൊണ്ട്, അവരുടെ തൊലിപ്പുറം കറുത്തുപോയതിൻ്റെ പേരിൽ മാത്രം അവരെ മാറ്റി നിർത്തിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെയൊക്കെ തൻ്റെ പ്രിയപ്പെട്ട അനുചരരായിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ അനുചരർ നക്ഷത്ര സമാനരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് പോലും ആ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഇതിഹാസ ചരിത്രമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. റാസിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ ശബ്ദിച്ച മനുഷ്യൻ്റെ പേരാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.